കേൾക്കുമ്പോ പെട്ടെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് പൊട്ടിത്തെറിക്കാം ഒരവസരം തന്നിരിക്കുകയാണ്. ഓക്കെ, ചേച്ചിക്ക് സമയമില്ലല്ലോ. അയ്യോ ഞാനിതൊക്കെ വായിക്കും. വായിക്കോ? പിന്നെ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോഴേ നമുക്ക് ഇതിനകത്തൊക്കെ ഞെട്ടലുണ്ടാവുള്ളൂ. ഞാനിതൊക്കെ വായിച്ച് ചിലതിനൊക്കെ കമന്റ് ഒക്കെ കൊടുത്ത് റിപ്ലൈ കൊടുക്കും. പിന്നെ സമയമുള്ളപ്പോ ഇപ്പൊ പിന്നെ നമുക്കങ്ങനെ ഇതിനോടൊക്കെ ഒരു നിസ്സംഗ ഭാവത്തിലേക്ക് എത്തി. കുറച്ച് നാളായി. കാരണം നമ്മൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പറയുന്ന പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. ഓക്കെ, പറ. മഞ്ജു നല്ല കുട്ടിയാണ്. നല്ല മനുഷ്യരെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അത് കൊള്ളാം കേട്ടോ, അതൊക്കെ സുഖിച്ചേട്ടോ. ആരാടി നല്ല മനുഷ്യർ? ആരാടി നല്ല മനുഷ്യർ? അതാണ് എന്റെ സംശയം. നല്ല മനുഷ്യർ എന്ന് പറഞ്ഞാൽ എൻ്റെ കൺസെപ്റ്റില് മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് ഒരുപാട് ഒളിഞ്ഞു നോക്കാതിരിക്കുക, അവനവൻ്റെ പാട് നോക്കി ജീവിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളാൽ കഴിയുമെങ്കിൽ ചെയ്യുക. പിന്നെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന ഇപ്പം എല്ലാവർക്കും ചിരിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ സാഹചര്യം നോക്കിയിട്ട് പെരുമാറണം എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ ഏറ്റവും വലിയൊരു പെയിൻ ഫിനാൻഷ്യലി അല്ലെങ്കിൽ രോഗാവസ്ഥയൊക്കെയാണല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ചീഞ്ഞ കോമഡിയായാലും ചിലപ്പോൾ അയാളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. മാക്സിമം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് ഇടപെടാതിരിക്കുക. അവരുടെ ഇഷ്ടമാണ് അവരുടെ ജീവിതം. ചേച്ചി അങ്ങനെ ഏതോ ഒരു നല്ല മനുഷ്യനെ കുറ്റം പറഞ്ഞാണ് പറയുന്നത്. ആരാന്ന് നമുക്ക് മനസ്സിലായില്ല. നല്ല മനുഷ്യനാ. അതെ അതെ അതെ, അത് നല്ല മനുഷ്യനാ. ആ മനുഷ്യന്റെ കൂടെ ഒരാഴ്ച പോയി നിൽക്കുമ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. എൻ്റെ അഭിപ്രായങ്ങളിലൊന്നും ഇനിയും എനിക്ക് അങ്ങനെ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ്. ചേച്ചിക്ക് തെറ്റി. നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ മകന്റെ സ്ഥാനത്ത് ആങ്ങളുടെ മോനെ പോലും കാണാൻ പറ്റില്ല. പിന്നെ ചിലരൊക്കെ എങ്ങനെ മകനായി? ഓക്കെ, ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഇതിപ്പോ എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട്, ദയാശ്വതി എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടി ഇങ്ങനെ ഇതേപോലെ കഴിഞ്ഞ ദിവസം എനിക്ക് ആരോ ഇത് അയച്ചു തന്നു, ഒരു വീഡിയോ. ഇവളിങ്ങനെ ഇരുന്നിട്ട് എനിക്ക് മഞ്ജു പത്രോസിനോട് ഒരു ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കയ്യിലുള്ള നമ്പർ ഉണ്ട്, എന്നോട് ചോദിക്കാനായിട്ട് എന്റെ അടുത്ത് ചോദിച്ചാ പോരെ? അതിനൊരു അവളുടെ സംശയമാണെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ മതി. അവളുടെ സംശയമാണെന്നാണ് അവള് പറഞ്ഞത്. എനിവേ, എൻ്റെ മകനായിട്ട് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ്. അത് ബിഗ് ബോസിനൊക്കെ ഒരുപാട് മുമ്പാ. ഒരുപാടല്ല, എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് പോകുന്നതിന്റെ തലേന്നോ എന്നാണെന്ന് ഞാനൊക്കെ സംഭവം ഞാൻ പറഞ്ഞതാണ്. അതുവരെ എനിക്ക് അങ്ങനെ കാണാനും പറ്റില്ലായിരുന്നു. ഒരമ്മമാർക്കും പറ്റിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാനുണ്ടായ സാഹചര്യം, സുനിത ദേവദാസിന്റെ ഇന്റർവ്യൂവിലോ മറ്റോ ആണ് ഞാനത് പറഞ്ഞു എന്ന് തോന്നുന്നു. അവള് ഓൺലൈനിലോ മറ്റോ ഇന്റർവ്യൂ എടുത്താണ്, എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയാനുണ്ടായ സാഹചര്യം ഇതേപോലെ നമുക്കിപ്പം ഇത് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് എപ്പോഴും ഫോൺ കോളുകൾ വരും. മിക്കവാറും ഈ നമ്മുടെ നമ്പറുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വിളിച്ചിട്ട് എല്ലാവരും അല്ല കേട്ടോ, വളരെ കുറച്ച് പേര് വിളിച്ചിട്ട് എനിക്ക് എൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ്, എൻ്റെ മകളെ പോലെയാണ്, സ്വന്തം പെങ്ങളാണ് ഞാൻ അങ്ങനെ. അപ്പം ഒരാൾക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു ഇഷ്ടത്തെ അയ്യോ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു വെക്കാൻ അവരെ ഹേർട്ട് ചെയ്യേണ്ട കാര്യം നമുക്കില്ലല്ലോ. അപ്പം ചേട്ടാ താങ്ക് യു എന്ന് പറഞ്ഞ് വെക്കും. പിറ്റേ ദിവസവും വിളിക്കും പെങ്ങളുടെ സുഖം അന്വേഷിക്കാൻ. എല്ലാ ദിവസവും വിളിക്കും പെങ്ങളുടെ സുഖം അന്വേഷിക്കാൻ. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, അതെന്തിനാണ് അങ്ങനെ ഡെയിലി വിളിച്ച് ഒരാളെ വിളിച്ച് സുഖവിവരം അന്വേഷിക്കേണ്ടത്? പിന്നെ നമ്മൾ എടുക്കാതാവും കോള്, ശല്യമായി മാറും. ചിലപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്ത് കളയും. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നിൽക്കണം, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ കുളിക്കാൻ കയറുന്ന ടൈമായിരിക്കും വീഡിയോ കോളൊക്കെ ചെയ്യും. അപ്പം അതൊക്കെ നമുക്ക് ടെക്നിക്കലി ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ആങ്ങളെ കാണുന്ന പോലെ എനിക്ക് വേറൊരു ആളെ എൻ്റെ സ്വന്തം ബ്രദറായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. എനിക്ക് എൻ്റെ മകനെ പോലെ എനിക്ക് വേറൊരാളെ കാണാൻ പറ്റില്ല എന്ന് ആ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ,
അതിനുശേഷം ഞാൻ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയി കുറേ ബിഗ് ബോസിന് അത് വേറൊരു ലൈഫാടാ. ഇപ്പോൾ കൊറോണ വന്നു, നമ്മുടെ വീട്ടിൽ TV ഉണ്ട്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാം. കള്ളുകുടിക്കുന്നവർക്ക് വീട്ടിൽ മദ്യം ഉണ്ടെങ്കിൽ അതും കുടിക്കാം. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആകെ നമുക്ക് പോകാൻ പറ്റാത്തത് നമ്മുടെ വർക്കിംഗ് സ്പേസിൽ പോകാൻ പറ്റുന്നില്ല, റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, കടകളിൽ പോകാൻ പറ്റുന്നില്ല. ഇതായിരുന്നു നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട്. ആ സമയത്ത് പോലും ആളുകൾ എന്തോരം ഫ്രസ്ട്രേറ്റഡ് ആയി. ഇതൊന്നുമില്ലാത്ത ഒരു സ്പേസിൽ പരസ്പരം പരിചയമില്ലാത്ത 16 പേര് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മൾ കഴിയണത്. നമ്മൾ ഇതുവരെ എൻ്റെ ലൈഫിൽ എൻ്റെ 40ാമത്തെ വയസ്സിൻ്റെ ഇടയ്ക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല. ഫേസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായം ഒന്നും ഇതായിരിക്കില്ല. ഞാൻ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ അഭിപ്രായം മുഴുവൻ മാറിപ്പോയി. കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. എനിക്ക് മനസ്സിലാവണുണ്ട് എൻ്റെ തലയിലെ സ്ക്രൂ കഴിഞ്ഞ് വീഴുന്നത്. സീരിയസ്ലി ഞാൻ ഇങ്ങനെ അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് ബെർണാച്ചനെ കാണാൻ പറ്റില്ല. ദൈവം എനിക്ക് അവൻ്റെ കൈയൊന്ന് അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കാണാൻ പറ്റാതെ. കാരണം അപ്പൊ ചോദിക്കും നീ എന്തിനാ പോയെന്ന് ചോദിക്കും. ഞാൻ ഓർത്ത് എനിക്ക് ഈസി ആയിട്ട് അത് സർവൈവ് ചെയ്യാൻ പറ്റും എന്നാണ്. ഇന്നും ബെർണാച്ചനെ സ്കൂളിൽ പോയപ്പോൾ ഞാൻ ടോയ്ലറ്റിലിരുന്ന് കുറേ കരഞ്ഞു. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്ന് അവിടെ നിന്ന് പോരും, എനിക്കിന്ന് അവനെ കാണാൻ പറ്റില്ല. സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോൾ ഇനി ഞാൻ 10-15 ദിവസം കഴിയുമ്പോഴേ ഒരു ടിഷ്യൂ തരും. സീരിയസ്ലി ഞാൻ ഇത് കണക്കിലാക്കണ്ട. അപ്പൊ ഇനിയിപ്പോ ആൾക്കാർ ഓ സ്കൂളിൽ പോകുമ്പോഴും അമ്മ കരയുന്നു. അതല്ല അതിന്റെ ഫീല്. അവന് സ്കൂളിൽ പോയി എനിക്ക് അവനെ ഡെയിലി കാണാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം സാധാരണ ഞാൻ ഇവിടെ ആണെങ്കിലും വീട്ടിലുണ്ടാവും ഞാൻ അവൻ വരുമ്പോൾ, അല്ലെങ്കിൽ രാത്രി ഞങ്ങൾ ഒരുമിച്ചാണ് ഉറങ്ങണത്. ഇന്ന് മുതൽ ഇനി അത് പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ പോകുമല്ലോ. അപ്പോൾ എനിക്ക് അവൻ പോകുമ്പോൾ ഒരു തിങ്ങലാണ്. ഇതിൻ്റെ 100 ഇരട്ടിയാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് അനുഭവിച്ചത്. അവിടെ വെച്ചിട്ടാണ് ഈവൻ ഫുക്രു, ഞാൻ പറഞ്ഞത് സത്യമാണ്, അവിടെ വെച്ചിട്ട് എനിക്ക് ബെർണാച്ചനായോ എന്നുള്ളതല്ല, ആ ഒരു സ്ഥലം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബെർണാച്ചൻ എന്നെ ഡി മഞ്ജുപത്രോസ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോൻ വന്ന് വിളിക്കും. അതുപോലെയൊക്കെ ബെർണാച്ചൻ ഹലോ, അതുപോലെ ഇവൻ ഫുക്രപ്പം വന്നിട്ട് ഡി മഞ്ജുപത്രോസ എന്ന് വിളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അയ്യോ എനിക്ക് കൊച്ചു വിളിക്കുന്ന പോലെ തോന്നും. അതുപോലെ ഇപ്പോൾ എനിക്ക് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ ബെർണാച്ചൻ ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം ഞണ്ടെടുത്ത് എനിക്ക് തന്നു. എനിക്കിഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടാ. അതുപോലെ തന്നെ ഇവൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിക്കനൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഇവൻ അവൻ്റെ ചിക്കൻ പീസ് എനിക്ക് തരുന്നുണ്ട്. എൻ്റെ പപ്പടം എടുത്തുകൊണ്ട് പോകും. അവൻ അതാ ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവിടെ കിട്ടിയത് കാരണം എനിക്ക് പെട്ടെന്ന് ബെർണാച്ചനായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവനെ എന്ന് വിചാരിച്ചിട്ട്. അവൻ എൻ്റെ മകനായിട്ട് ഞാൻ ദത്തെടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതൊക്കെ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും, ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിപ്പോൾ ദയക്കും കേൾക്കുകയാണെങ്കിൽ ദയക്കും കൂടി മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ. ദയ അപ്പം അതിനകത്ത് ചോദിച്ചു എന്താണ് ഓന്ത് നിറം മാറുന്നത് പോലെ നിറം മാറുന്നവളാണോ എന്നൊക്കെ ചോദിച്ചു. അല്ല, ദയനോട് പറയണ ഓന്ത് നിറം മാറുന്ന പോലെ നിറം മാറിയതൊന്നുമല്ല, ഇതാണ് ഇതിൻ്റെ വാസ്തവം. അപ്പം പറഞ്ഞ പോലെ അവിടെ വെച്ചിട്ട് ദയക്ക് അറിയാമായിരുന്നെങ്കിൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. പുറത്ത് പിന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോന്ന് ചെയ്യല്ലേ. അപ്പൊ ദയ അത് ചെയ്തോട്ടെ, കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല. സീരിയസ്ലി നോ ഇഷ്യൂസ്. ഓക്കെ, നെക്സ്റ്റ് വെറുതെ പത്രാസ് അടിക്കല്ലേ എൻ്റെ മഞ്ജു. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതെന്താണാവോ? ചിലപ്പോ ഒരു അതായിരിക്കും, ഒരു പ്രാസത്തിന് വേണ്ടി പറഞ്ഞായിരിക്കും. പാവം, പോട്ടെ, അതൊക്കെ ഒന്നും കുഴപ്പമില്ല. നെക്സ്റ്റ് വേണം, നല്ലതാട്ടോ. വരും കാലത്തെ ലളിതാമ്മ. ഓക്കെ, എന്താ മഞ്ജു ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടാതെ? എന്റെ കർത്താവേ, അങ്ങനെ ചോദിക്കല്ലേ. ഞാൻ അതിന് മാത്രം വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നാഷണൽ അവാർഡ് കിട്ടാൻ പാകത്തിനൊന്നുമുള്ള അങ്ങനെ ഒരു നല്ല ക്യാരക്ടറോ. അതെന്താ അറിയോ, ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളവരാണ്. പക്ഷേ ചിലർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇപ്പം എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്ന് അഭിനയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്കിപ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഇപ്പം ആർക്കാണെങ്കിലും ഇപ്പം ലളിതാമ്മ ചെയ്ത പോലെയുള്ള നല്ല ഡെപ്തായിട്ടുള്ള ക്യാരക്ടർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. എനിക്കിതിപ്പോൾ ഒരവസരം കിട്ടിയാലല്ലേ എനിക്കിത് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ചിലപ്പോൾ ഇത് എഴുതുന്ന ആളുകൾക്ക് നമ്മളിൽ അത്ര വിശ്വാസം ഉണ്ടാവില്ലായിരിക്കും, അതുകൊണ്ട് തരില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ കഥാപാത്രങ്ങൾ ജനിക്കുന്നുണ്ടാവില്ല. പിന്നെ ഒരെണ്ണം ജനിക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരാളിലേക്ക് പോകുമായിരിക്കും. അപ്പോൾ എപ്പോൾ ചെയ്യുന്നോ വിധി ഉണ്ടെങ്കിൽ കിട്ടും. അങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്കെല്ലാം ബോണസാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ചിലർ പറയും അവള് പഴയ കാലം മറന്നുപോയെന്ന്. ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്തായിരുന്നു എന്നുള്ളത് മറ്റാരേക്കാളും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും ഞാനത് മറക്കില്ല. അപ്പോൾ ഇല്ലില്ല, എനിക്ക് കരച്ചിൽ വരാറില്ല. ഞാൻ അങ്ങനെ ഇപ്പോൾ കരയാറില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന മഞ്ജു ഇന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്, വീട് വെക്കുന്നുണ്ട്, എൻ്റെ മകനെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ഭയങ്കര സംഭവമൊന്നുമല്ല. എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റാണ് ഇതൊക്കെ. ബിഗ് ബോസ് ഷോയിലൂടെയാണ് നടി മഞ്ജു പത്രോസിനെ പ്രേക്ഷകർ വളരെ അടുത്തറിഞ്ഞത്. ബിഗ് ബോസിൽ വെച്ച് ഫുക്രുമായുള്ള മഞ്ജുവിന്റെ ബന്ധത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ ചർച്ചകൾ നടന്നിരുന്നു. ഫുക്ര തനിക്ക് മകനെ പോലെയാണെന്ന് മഞ്ജു പത്രോസ് പലതവണ തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ഈ ബന്ധത്തെ ചോദ്യം ചെയ്ത മറ്റൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്ന ദയ അച്ചു രംഗത്ത് വരികയും ചെയ്തു. ബിഗ് ബോസിന് ശേഷം ഓന്ത് നിറം മാറിയ പോലെ മഞ്ജു നിറം മാറിയെന്നാണ് ദയ പറഞ്ഞത്. ദയ തനിക്ക് എതിരെ നടത്തിയ വിമർശനങ്ങൾക്ക് ചുട്ട മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മഞ്ജു. ഒരു അഭിമുഖത്തിലായിരുന്നു മഞ്ജുവിന്റെ തുറന്നു പറച്ചിൽ. ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ തന്നെ ഏറെ സഹായിച്ച കുട്ടിയാണ് ഫുക്രു. അവൻ എനിക്ക് മകനെ പോലെയാണ്. ബിഗ് ബോസിൽ വെച്ച് എന്റെ മകൻ ബർണാച്ചന്റെ സാന്നിധ്യമാണ് എനിക്ക് ഫുക്രുവിൽ നിന്ന് ലഭിച്ചിരുന്നത്. എനിക്ക് അവൻ എന്നെയും ഒരുപാട് ഇഷ്ടമാണ്. ബിഗ് ബോസിലായിരുന്ന സമയത്ത് പോലും ഇഷ്ട ഭക്ഷണം ഫുക്രു എനിക്ക് തരുമായിരുന്നു. കാരണം എന്റെ ഇഷ്ടങ്ങൾ പോലും അവനൊരു മകനെ പോലെ മനസ്സിലാക്കിയിരുന്നു. വീട്ടിലായാലും എന്റെ മകൻ അവന്റെ ആഹാരം എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആണെങ്കിൽ അത് എനിക്ക് കൂടി തരും. ബിഗ് ബോസിൽ എത്തിയപ്പോൾ മകനെ കാണാതിരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് വിഷമിച്ചു, പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, പിന്നെ എന്തിനാണ് ബിഗ് ബോസിൽ പോയതെന്ന്. പോകുന്നതിന് മുൻപ് വരെ എനിക്ക് ഇത് ഈസിയായി മറികടക്കാമെന്നാണ് കരുതിയത്. പക്ഷെ അതിൽ എത്തിയപ്പോഴാണ് തനിക്കത് പറ്റില്ല എന്ന് മനസ്സിലായത്. മകനെ കാണാൻ സാധിക്കാത്ത ദിനങ്ങൾ വളരെ ദുഃഖത്തോടെയാണ് താൻ ഇരുന്നത്. ആ സ്ഥാനത്താണ് ഫുക്രുവിനെ കണ്ടത്. അല്ലാതെ അവനെ തന്റെ മകനെ താൻ ദത്തെടുത്തതല്ലെന്നും മഞ്ജു പറഞ്ഞു. എന്താണ് സത്യം എന്നത് എല്ലാവർക്കും അറിയാം. അത് മനസ്സിലാക്കാത്തവർ നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ പലതും പറയുകയും ചെയ്യുമെന്നും ദയെക്കുറിച്ച് മഞ്ജു പറഞ്ഞു വെക്കുന്നു.